അവയവ കച്ചവടത്തിൻ്റെ കണ്ണികൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിൽ സ്വന്തം അവയവം പോലും വിൽക്കാൻ തയ്യാറാകുന്ന പാവങ്ങളെ വശീകരിച്ചും ചതിയിൽപ്പെടുത്തിയും നടത്തുന്ന ഈ ക്രൂരതയുടെ പിന്നിലുള്ള വൻ റാക്കറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനായി സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം മാത്രം മതിയാകില്ലെന്നാണ് ഇതുവരെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അവയവ കച്ചവടക്കാരെ എത്രയും പെട്ടെന്ന് അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ അത് വലിയ സാമൂഹിക വിപത്തായി മാറും. നിരവധി തവണ ഇറാനിലേക്ക് ഇരകളുമായി സുഗമമായി യാത്ര ചെയ്യാൻ ഇപ്പോൾ പിടിയിലായ പ്രതിക്ക് കഴിഞ്ഞുവെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. യാതൊരു കണക്കുകളുമില്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന കേരളത്തിൽ ഇത്തരമൊരു റാക്കറ്റിന് ഇരകളെ കിട്ടുക പ്രയാസമല്ലാത്ത കാര്യമാണ്. അത് മുതലെടുത്താണ് അവയവ കച്ചവടക്കാർ ഇവിടെ വലവിരിച്ചിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. ഇത്തരം കേസുകളിൽ പലപ്പോഴും തെളിവുകൾ ശേഖരിക്കാനും മുഴുവൻ കണ്ണികളെയും അകത്താക്കാനും കഴിയാതെ വരുന്നത് അന്വേഷണത്തിലുണ്ടാകുന്ന സങ്കീർണതകൾ കൊണ്ടാണ്. വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന കേസായതിനാൽ സംസ്ഥാന പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പരിമിതികളുണ്ട്. ഏതാനും ദിവസം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാബിത് നാസർ പിടിയിലായതോടെയാണ് അവയവ കച്ചവടത്തിൻ്റെ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു തുടങ്ങിയത്. വിദേശത്തു നിന്ന് വരുന്നതിനിടെയാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലായത്. ഇരകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി അവയവ കച്ചവടം നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളുടെ അറസ്റ്റ്. മുംബൈയിൽ ഒരാളെ പിടികൂടിയപ്പോഴാണ് സാബിത് നാസറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസിന് ലഭിച്ചത്. ഇയാളുടെ ഫോണിൽ നിന്ന് അവയവ കച്ചവടത്തിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇരകളെ കുവൈറ്റിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോകും. ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. 2019 മുതൽ ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഹൈദരാബാദാണ് റാക്കറ്റിൻ്റെ കേന്ദ്രമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ നിന്ന് എത്ര പേരെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്തി വിശദമായി പരിശോധിച്ചാലേ മാഫിയ സംഘത്തിൻ്റെ വ്യാപ്തി വെളിവാകൂ. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ദേശീയ ഏജൻസി അന്വേഷിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമാവുക. തൊഴിലാളികളും ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ ഇരകളെ ചതിയിൽപ്പെടുത്താൻ ഇത്തരം റാക്കറ്റുകൾക്ക് എളുപ്പം കഴിയുമെന്നതാണ് ഏറെ സങ്കടകരം. തൊഴിലും വരുമാനവുമില്ലാത്ത അവസ്ഥയിൽ അവയവം വിറ്റാണെങ്കിലും ജീവിതം കരുപിടിപ്പിക്കാൻ തയ്യാറാകുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുകൂടി വെളിവാക്കുന്നതാണ് ഈ സംഭവം. ലോകമെമ്പാടും സമ്പന്നരും സ്വാധീനമുള്ളവരും വലിയ വില നൽകി അവയവങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇറാൻ. അവയവദാനത്തിന് ഇന്ത്യയിൽ കർശന നിയമങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും പണം നൽകി അവയവങ്ങൾ സംഘടിപ്പിച്ച് നൽകുന്ന ഇടനിലക്കാർ കേരളത്തിലുൾപ്പെടെ സജീവമാണ്. ഇവരും ലക്ഷ്യം വയ്ക്കുന്നത് ദരിദ്രരെയാണ്. അവയവ കച്ചവടക്കാരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമാനുസൃതം നടക്കുന്ന അവയവദാനത്തെയും അവയവ മാറ്റ ശസ്ത്രക്രിയകളെയും ദോഷകരായി ബാധിക്കുന്നുണ്ട്. കേരളത്തിലടക്കം വൃക്കയും കരളുമൊക്കെ മാറ്റിവെക്കാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ നിരവധി പേരെ നിരാശരാക്കുമ്പോൾ പണമുള്ളവർക്ക് അവയവങ്ങളുടെ ലഭ്യതക്കുറവും നിയമപ്രശ്നങ്ങളുമാണ് പ്രതിസന്ധി. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ കേരളത്തിൽ സജീവമാണ്. അവയവ കച്ചവടത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവരെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അവയവ കച്ചവട റാക്കറ്റിനെക്കുറിച്ച് അന്വേഷണം കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി നടന്നില്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ അപകടകരമായ രീതിയിലേക്ക് വളർന്നു വരും.